गिरिनन्दिनि नन्दितमेदिनि विश्वविनोदिनि नन्दनुते गिरिवरविन्ध्यशिरोदिनि वासिनि विष्णुविलासिनि जिष्णुनुते भगवति हे शितिकण्ठकुटुम्बिनि भूरि कुटुम्बिनि भूरि कृते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते सुरवरवर्षिणि दुर्धरदर्शिनि दुर्मुखमर्षिणि हर्षरते त्रिभुवनपोषिणि शङ्करतोषिणि किल्बिषमोषिणि घोषरते तनुजनिरोषिणि दितिसुतरोषिणि दुर्मदशोषिणि सिन्धुसुते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते शिरोमणि तुंग हिमालय शृंगनिजालय मध्यगते मधु मधुरी मधुकैटभभञ्जिनि कैटभभञ्जिनि रासरते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते विखण्डितरुण्डवितुण्डितशुण्डगजाधिपते रिपुगजगण्डविदारणचण्ड पराक्रमशुण्डमृगाधिपते निजभुजदण्डनिपातितखण्डविपातितमुण्डभटाधिपते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते जय जय हे महिषासुर ഓം ശരവണഭവ. അമ്മയുടെ കൃപയാൽ നമ്മളെല്ലാം ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ മഹത്തായ മുഹൂർത്തങ്ങളൊക്കെ നമുക്ക് അമ്മയുടെ അനുഗ്രഹത്താൽ സിദ്ധിച്ചിരിക്കുന്നു. നമ്മളെയൊക്കെ അമ്മയുടെ ആ ആജ്ഞ അനുസരിച്ചിട്ടാണ് ഇവിടത്തേക്ക് വരാനുള്ള വഴി കാണിച്ചിട്ടുള്ളത്. അമ്മയുടെ നിശ്ചയമില്ലെങ്കിൽ നമ്മളൊന്നും ഇവിടെ എത്തില്ല. ശക്തി നമ്മളെ നയിക്കണം അല്ലേ? ശിവൻ ആഗ്രഹിച്ചാലും ശക്തി അനുഗ്രഹിക്കണം. അപ്പം മാത്രമേ നമ്മളൊക്കെ ഇവിടെ എത്തൂ. ശിവൻ ആഗ്രഹിക്കും. മനസ്സിലൊരാഗ്രഹം വരും. മനസ്സ് ശിവനാണ്. ശിവൻ ആഗ്രഹിക്കുമ്പോൾ ശക്തി അനുഗ്രഹിക്കണം. അപ്പോൾ മാത്രമേ ശിവന്റെ ആഗ്രഹം സഫലമാവുള്ളൂ അല്ലേ? നമ്മുടെ മനസ്സൊക്കെ എത്രമാത്രം വേഗത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ആ വേഗതയ്ക്ക് മുകളിൽ പ്രവർത്തിക്കണം നമ്മളുടെ ശക്തി. അപ്പം മാത്രമേ നമ്മുടെ ആ വേഗത ശരിക്ക് വേഗതയാവുന്നുള്ളൂ അല്ലേ? നമ്മളിപ്പോൾ വേഗം മഠത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചില്ലേ? മനസ്സ് അല്ലേ? വേഗം വരണം. നമ്മൾ മനസ്സുകൊണ്ട് വേഗം വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മളെ വേഗം വരുത്തുന്നതാരാ? ശക്തിയാണല്ലേ? ശരീരശക്തിയല്ലേ നമ്മളെ ഇവിടെ എത്തിച്ചത്. മനസ്സിൽ ഒരുപാട് ആഗ്രഹമുണ്ട്. ഇപ്പോൾ പല മുത്തശ്ശിമാരോട് ഒന്ന് പറയും, സ്വാമിജി ഒന്ന് കാണാനായിട്ട് കുറേ ദിവസമായി പുറപ്പെടുന്നു, ദേഹം കൊണ്ട് വയ്യ. എന്നാൽ മനസ്സിൽ ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ ദേഹം കൊണ്ട് വയ്യായതുകൊണ്ട്
വരാൻ സാധിച്ചില്ലായിരുന്നു. ഇപ്പൊ കുറച്ച് ദേഹത്തിന് സുഖം വന്നു, അതുകൊണ്ടാണ് അവിടെ വേഗം എത്തിയത്. അപ്പൊ ആ ദേഹത്തിന് സുഖമില്ല എന്നുണ്ടെങ്കിൽ മനസ്സിന് എത്ര സുഖമായിട്ട് എന്താ കാര്യം അല്ലേ? മനസ്സിന് എത്ര സുഖം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ദേഹത്തിന് സുഖം ഉണ്ടെങ്കിൽ മാത്രമേ മനസ്സിന്റെ സുഖം സുഖമായി മാറുന്നുള്ളൂ. മനസ്സിനപ്പം എന്തൊക്കെ ആഗ്രഹങ്ങൾ വരും. ഈ ആഗ്രഹങ്ങളൊക്കെ സഫലമാവുന്നത് എപ്പോഴാ? ശക്തി നമ്മളെ അനുഗ്രഹിക്കുമ്പോഴാണ്. എന്താ ശക്തിയുടെ തത്വം? ശക്തി എന്ന് പറഞ്ഞാൽ തന്നെ കേടുകളെ നീക്കുന്നു, ഐശ്വര്യമുള്ളതിനെ അനുഗ്രഹിക്കുന്നു. അതാണ് അമ്മ. നമുക്കൊക്കെ അമ്മയെ കുറിച്ചിട്ട് അറിയാം അല്ലേ? അഴുക്കൊക്കെ കഴുകി കളയുന്നത് അമ്മയാണ്. ഐശ്വര്യത്തിനെ അനുഗ്രഹിക്കുന്നതും അമ്മ തന്നെ അല്ലേ? നമ്മളെ കുളിപ്പിച്ച് നല്ലോണം വൃത്തിയാക്കിയതിന് ശേഷം നല്ല ഉടുപ്പൊക്കെ അണിയിപ്പിച്ച് പൊട്ടൊക്കെ വെച്ച് തലയൊക്കെ ചിന്തി നല്ല സുന്ദര കുട്ടികളാക്കി മാറ്റുന്നത് ആരാ? അച്ഛനാണോ? അല്ല, അമ്മയാണ് അല്ലേ? അച്ഛൻ എത്ര കുളിപ്പിച്ചാലും അച്ഛൻ എത്ര കുട്ടികളെ പുറപ്പെടുവിച്ചാലും അമ്മ പുറപ്പെടുവിപ്പിക്കുന്നത് പോലുള്ള അഴകുണ്ടാവോ? ഉണ്ടാവില്ല. അമ്മ അമ്മ തന്നെ അല്ലേ? അപ്പൊ അമ്മയുടെ ആ സാന്നിധ്യം നമ്മളിലേക്ക് എത്രമാത്രം ഉണ്ടാവണം അല്ലേ? ഓരോ ശ്വാസവും അമ്മയാവണം. ആ സ്മരണ നമുക്ക് അങ്ങനെ ഉണ്ടാവണം. ഓരോ ശ്വാസവും അമ്മ 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 എന്നാവണം. ആ അമ്മ 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 എന്ന് നമ്മളങ്ങനെ ഉള്ളെന്ന് ഇങ്ങനെ ഉയർത്തണം അമ്മയെ നമ്മൾ. അതാണ് നമ്മുടെ ശക്തി. അമ്മ എന്ന് വിളിക്കുമ്പോൾ തന്നെ നമുക്കൊരു ശക്തി വരികയാണ്. നമ്മളൊരു നടന്നു പോകുമ്പോൾ ഒരു കുഴിയിലാണ് വീണു വിചാരിച്ചോളൂ, അമ്മ എന്ന് വിളിക്കും, അവിടെ ശക്തി വന്നു അല്ലേ? ആ കുഴിയെ അതിജീവിക്കാനുള്ള ശക്തി അമ്മ എന്നൊരൊറ്റ വിളിയിൽ വന്നു. നമ്മളിപ്പോൾ നടന്നു പോകണു, ഒരു കല്ലിൽ കാലങ്ങോട്ട് വെച്ച് കുത്തി അമ്മ അല്ലേ? അവിടെ ആ ശക്തി നമുക്ക് വന്നു. അവിടെ നമ്മൾ തളർന്നു. ആ കാലിടിച്ചപ്പോൾ നമ്മൾ തളർന്നു. പക്ഷെ ആ ഇടിക്കുമ്പോൾ തന്നെ നമ്മൾ അമ്മ എന്നുള്ള വിളി താനേ വന്നു. അതിന് നമ്മൾ കുറച്ചു നേരം കാത്തിരിക്കേണ്ടി വന്നിട്ടില്ല. നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് അമ്മ എന്നുള്ള നാദം വന്നു അല്ലേ? അപ്പൊ ആ സ്വരമാധുര്യം നോക്കൂ. അത്ര മധുരമുള്ളൊരു സ്വരം വേറെ ഉണ്ടോ? അമ്മ എന്ന് വിളിക്കുമ്പോൾ ഉണ്ടാവുന്നതായ ആ മധുരം മറ്റെവിടെയെങ്കിലും ഉണ്ടോ? ഓംകാരം ജപിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ആ മധുരം. ഓംകാരം തന്നെയാണ്. ആ മന്ത്രത്തിന്റെ ധ്വനി എത്രമാത്രം ഉണ്ടോ അതിലും കവിഞ്ഞ ധ്വനിയുണ്ട് അമ്മ എന്നുള്ള സ്വരത്തിൽ അല്ലേ? അമ്മ എന്ന് വിളിച്ചാൽ ആ നാദം നോക്കൂ എവിടെ എത്തുന്നു. ഇതാ ആ സ്വരത്തിന് പോലും അമ്മ എന്നുള്ളൊരു സ്വരമുണ്ട് അല്ലേ? അമ്മ അല്ലേ? ഒരു പശു കരയുകയാണെങ്കിൽ എന്താ പറയാ? അമ്മ അല്ലേ? ഒരു പൂച്ച കരയുകയാണെങ്കിലും മാ അല്ലേ? എല്ലാറ്റിലും ആ മധുരസ്വരം നിറഞ്ഞു നിൽക്കുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് എത്രമാത്രം അമ്മയുടെ മാധുര്യം നിറഞ്ഞു നിൽക്കണമെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള സുഖങ്ങളൊന്നും ഒരു സുഖമായിട്ട് കാണണ്ട. അതൊക്കെ നമ്മളെ ദുഃഖിപ്പിക്കുന്ന സുഖങ്ങളാണ്. സത്യം പറഞ്ഞ എത്ര നമ്മൾ അണിഞ്ഞൊരുങ്ങിയാലും ആരെങ്കിലുമൊക്കെ നമ്മളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും അല്ലേ? എത്ര നമ്മൾ നന്നായാലും ആരെങ്കിലുമൊക്കെ നമ്മളെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയും അല്ലേ? ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സങ്ങോട്ട് പിടയ്ക്കും ചെയ്യും അല്ലേ? ഈ ജന്മേ എനിക്ക് വേണ്ടാന്നുള്ളതായ ഒരു അവസരയ്ക്ക് നമ്മൾ വരും. ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് കേട്ടാ എന്തിനായി ജീവിതം, അങ്ങനെയൊക്കെ നമുക്ക് തോന്നാറുണ്ട് പലപ്പോഴും. പക്ഷെ നമ്മളൊക്കെ വാസ്തവത്തിൽ നമ്മൾ ഭൗതിക സുഖങ്ങളൊന്നും നോക്കണ്ട. അതൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എത്ര നന്നാക്കിയാലും അത് അത്രയും നന്നാവും. ഭൗതിക സുഖങ്ങളൊക്കെ അങ്ങനെയാണ്. ഭൗതിക വൈഭവങ്ങളും അങ്ങനെ തന്നെ. നമ്മളെത്ര പാടി പാടി പഠിപ്പിച്ചാലും അതൊന്നും നമ്മൾ പറയണത് പോലെ പറക്കില്ല. അതൊക്കെ അതിൻ്റെതായ സ്റ്റൈലിൽ തന്നെ പറക്കും അല്ലേ? എത്ര നമ്മൾ പാടി പാടി പഠിപ്പിച്ച് നോക്കൂ, അതൊക്കെ അതിൻ്റെ സ്റ്റൈലിൽ തന്നെ പറക്കുള്ളൂ. നമ്മൾ പഠിപ്പിച്ചത് വെറുതെ മാത്രം. ആ ഭൗതിക രസങ്ങളൊക്കെ തന്നെയാണ് അവസ്ഥ. നമുക്ക് നമ്മളെ തന്നെ നമ്മൾ എത്ര നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു? സാധിക്കുന്നുണ്ടോ? നമ്മളെ നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു.
എത്ര ശ്രമം നടത്തിയാൽ അത് സാധിക്കുന്നത്? പെട്ടെന്ന് സാധിക്കുന്നുണ്ടോ? ഇല്ല, എല്ലാം സാധിക്കും. അപ്പൊ ഭൗതിക രസങ്ങളിലൊന്നും നമ്മൾ ലയിക്കണ്ട. നമുക്ക് ആത്മീയ രസമാണ് വേണ്ടത്. ആത്മീയ രസം അല്ലേ? രസമൊക്കെ അകത്താണുള്ളത്, യഥാർത്ഥ രസം അല്ലേ? അഴക് പുറത്ത് കാണുന്നുണ്ടെങ്കിലും ഐശ്വര്യം അകത്ത് കാണുന്നുണ്ട്. ഈ അകത്തുള്ള ഐശ്വര്യമാണ് പുറത്തുള്ള അഴക്. ഈ അഴക് ഉണ്ടായതെങ്ങനെ? ഈ ഐശ്വര്യത്തിൽ നിന്നാണ്. നമ്മുടെ മനസ്സറിഞ്ഞിട്ടുള്ള ഈശ്വരനിലേക്കുള്ളതായ ആ പ്രാർത്ഥന ഉണ്ടല്ലോ, അതന്നെയാണ് ഏറ്റവും വലിയ ഐശ്വര്യം. നമ്മൾ ഐശ്വര്യത്തിലേക്ക് എത്തിക്കുന്നത് അതന്നെയല്ലേ? നമ്മൾ മനസ്സൊരുക്കിയിട്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ, നമുക്കൊരു ഐശ്വര്യം വരും. എന്നും ഈശ്വരനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മുഖത്ത് നോക്കൂ, ഒരു ഐശ്വര്യം ഉണ്ടാവും അല്ലേ? ഇപ്പം നമ്മുടെ ഗുരുവായൂരമ്പലത്തിലൊക്കെ പോയിട്ട് ആ മേൽചന്ദ്ര മുഖത്തൊക്കെ ഒന്ന് നോക്കൂ, എന്തൊരു ഐശ്വര്യം, എന്തൊരു തേജസ്സ. ശബരിമലയിൽ പോയി നോക്കൂ, മേൽചന്ദ്ര മുഖത്തൊക്കെ നോക്കി, എന്തൊരു തേജസ്സ. അപ്പം ആ ഈശ്വര സ്മരണയിലൂടെ ഉണ്ടാവുന്നതായ അഴക് കാണുമ്പോൾ ഇനിയും കാണണം എന്ന് തോന്നും അല്ലേ? അതാണ് യഥാർത്ഥ അഴക്. നമ്മൾ ഈ പൗഡറിട്ടിട്ടും പൊട്ടിട്ടിട്ടും അല്ലേ ഉണ്ടാവുന്ന അഴകൊക്കെ ഒന്ന് കഴുകി കളഞ്ഞാൽ പോയി, പിന്നെ ആദ്യം ഇടണം. അപ്പം നമ്മൾക്കൊക്കെ യഥാർത്ഥ അഴക് ഈശ്വര സ്മരണയിലൂടെ ഉണ്ടാവുന്നതായിരിക്കണം. ഈശ്വര സ്മരണയിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നതായ ആ അഴക് ആരാലും നശിപ്പിക്കാനാവുന്നില്ല. ആരെ കൊണ്ടൊന്നും നശിപ്പിക്കാൻ പറ്റില്ല. അതിൻ്റെ തെളിവാണ് നമ്മളൊക്കെ ഒരു സ്ഥലത്ത് ഒരു 4 ദിവസം ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ച് കുറച്ച് ചാണകം മെഴുകുക. ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ട് ആ വിളക്കിൻ്റെ അടുത്തിരുന്നിട്ട് ഒരു 4 പൂവ് അങ്ങോട്ട് സമർപ്പിച്ചിട്ട് ഒരു 4 നാമം ജപിച്ച് നോക്കൂ. 4 നാമം ജപിച്ചിട്ട് നമ്മളൊരു 4 ദിവസം കഴിഞ്ഞ ജ്യോത്സ്യനെ വിളിക്കുക, ഇതൊന്ന് രാശി വയ്ക്കാൻ പറയുക. നമ്മൾ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഈ നാമം ജപിച്ചതിൻ്റെ ഈ ഫലം ആ സ്ഥലത്തുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ ജ്യോത്സ്യം പറയും അവിടെ ദേവീ സാന്നിധ്യമുണ്ട് അല്ലെങ്കിൽ ശ്രീകൃഷ്ണ സാന്നിധ്യമുണ്ട് പറയും. അപ്പോൾ നോക്കൂ, നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ഈശ്വരനെ ഉണർത്തി നമ്മൾ എന്തൊരു കർമ്മം ചെയ്യുന്നുവോ അവിടെ അതായി തീരുന്നു. അങ്ങനെയല്ലേ നമ്മുടെയൊക്കെ ഋഷീശ്വരന്മാർ വനങ്ങളിൽ പോയിട്ട് തപസ്സനുഷ്ഠിച്ചു. ആ തപസ്സിരുന്ന് ജീവസമാധിയായ സ്ഥലങ്ങളല്ലേ ഇന്ന് നമ്മുടെ ക്ഷേത്രങ്ങളായിട്ട് പൂജിച്ചു പോരുന്നത്. അതല്ല ഇപ്പം നമ്മളൊക്കെ ഒന്ന് രാശി വെച്ച് നോക്കിയാൽ നമ്മളുടെ പൂർവികന്മാർ പൂജിച്ചു വന്ന അത്രയും ദൈവങ്ങളുടെ പേര് രാശി നോക്കിയാൽ പറയും അല്ലേ? നോക്കൂ, നമ്മുടെ സ്ഥലത്ത് ദേവീ ചൈതന്യമുണ്ട്, നാഗങ്ങളുടെ ചൈതന്യമുണ്ട്, ഗുരുസ്ഥാനിമാരുടെ ചൈതന്യമുണ്ട്, ബ്രഹ്മരക്ഷസിന്റെ ചൈതന്യമുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ് പറയുന്നത് രാശി വെച്ചാൽ? അത് അവിടെ ഉണ്ടായിരുന്നു, അതിനെ പൂജിച്ചിരുന്നു. വീണ്ടും അതിനെ നിങ്ങൾ പൂജിക്കൂ, അതിനാണ് ബോധിപ്പിക്കുന്നത്. അപ്പോൾ ഈശ്വരാനുഗ്രഹം എന്ന് പറയണത് ഒരിക്കലും മാഞ്ഞു പോവാത്തൊരു സമ്പത്താണ്. അത് കയ്യിലെടുത്ത് കാണിച്ചു തരാനൊന്നും പറ്റില്ല. പറ്റുമോ? ഒരു മാമ്പഴത്തിൻ്റെ മധുരം, മാമ്പഴം വേണമെങ്കിൽ കയ്യിലെടുത്ത് കാണിച്ചു തരാൻ പറ്റും. മാമ്പഴം, ആ മാമ്പഴത്തിലെ മധുരം കയ്യിലെടുത്ത് കാണിച്ചു തരാൻ പറ്റുമോ? പാല് വേണമെങ്കിൽ നമുക്കിങ്ങനെ എടുത്ത് നോക്കാം. ആ പാലിൽ അടങ്ങിയിരിക്കുന്ന സത്ത് കയ്യിലെടുത്ത് നോക്കാൻ പറ്റുമോ? അത് അനുഭവിക്കുമ്പോഴേ അതിൻ്റെ ഫലം മനസ്സിലാവുന്നുള്ളൂ. ദിവസേന ഓരോ ഗ്ലാസ് പാൽ കുടിച്ചു നോക്കും. ആ പാലെടുത്ത് കയ്യിൽ വെച്ചതുകൊണ്ടോ അത് മണത്ത് നോക്കിയത് കൊണ്ടൊന്നും പാലിൻ്റെ സത്ത് നമുക്ക് കിട്ടില്ല. ആ പാല് കുടിച്ചു നോക്കണം, തുടർച്ചയായിട്ട് കുടിച്ചു നോക്കണം. അപ്പോഴേ പാല് കുടിച്ചാൽ എന്താ ഗുണമുള്ളത് മനസ്സിലാവും. അതല്ലാതെ നമ്മളൊരു ദിവസം ഞായറാഴ്ച ദിവസം ഒരു ഗ്ലാസ് പാല് കുടിച്ചു, പിന്നെ അടുത്ത ഞായറാഴ്ച ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നത്, അപ്പം നമുക്ക് ഇതിൻ്റെ ഗുണം പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അതുപോലെ നിത്യസ്മരണ ഉണ്ടാവണമെന്ന് എന്നും സ്മരിക്കണം. എന്നും നമ്മളൊരു ഗ്ലാസ് പാല് കുടിക്കുമ്പോൾ നമുക്കുണ്ടാവുന്നതായ ദേഹസുഖം എത്രമാത്രം അല്ലേ? അതേപോലെ എന്നും നമ്മൾ ആ ഈശ്വരനെ ഒന്ന് സ്തുതിച്ചു നോക്കൂ, മാനസികമായ സുഖം നമുക്കുണ്ടാവും. നമുക്ക് ഈ മാനസികമായ സുഖല്യായ്മയാണ് ശാരീരികമായ സുഖല്യായ്മയ്ക്ക് കാരണം. അതാണ് ഏറ്റവും വലിയ. പണ്ടുള്ള ഋഷീശ്വരന്മാരൊക്കെ എങ്ങനെ 100 വർഷം 150 വർഷം ജീവിച്ചത്? 200 വർഷം ജീവിച്ചു. ലോകം മുഴുവനെ ജീവിച്ചു. എങ്ങനെ ജീവിച്ചു? ചിന്തിച്ചു നോക്കൂ. ആ സ്മരണയല്ലേ. അപ്പം നമ്മളൊക്കെ നമ്മുടെ ഉള്ളിലുള്ളതായ ആ സത്യത്തിനെ മനസ്സിലാക്കി ആ സത്യത്തിനെ ഒരു നേരമെങ്കിലും സ്തുതിച്ചാൽ
നമ്മുടെ ജീവിതം എത്ര ധന്യമാവും. നമ്മളിതെന്താ വെച്ചാൽ എവിടെയെങ്കിലും ഒന്ന് കാല് വെച്ച് കുത്തണം എന്നാൽ മാത്രമേ അമ്മാന്ന് വിളിക്കൂ. എന്തെങ്കിലും ഒരു പ്രശ്നം വരണം, അപ്പം മാത്രമേ ഈശ്വര എന്നെ രക്ഷിക്കണമെന്ന് പറയുള്ളൂ. അപ്പം ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ വിളിക്കാനും ആ പ്രശ്നത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കലും മാത്രമാണോ ഈശ്വരൻ്റെ പണി? നമ്മളിപ്പോൾ എവിടെയെങ്കിലും തീയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ വേറെ ഫയർ സർവീസിനെ വിളിക്കും അല്ലേ? ആ തീയൊക്കെ അണച്ചു കഴിഞ്ഞാൽ അതങ്ങോട്ട് പോകും. പിന്നെ എപ്പോഴെങ്കിലും തീ പിടിക്കണം, നല്ല വിളിക്കും അല്ലേ? ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫയർ സർവീസിനെ വിളിക്കില്ല. അപ്പം ഇതുപോലെ ഒരു ഫയർ സർവീസോ അല്ലെങ്കിൽ ഒരു ആംബുലൻസോ ഒന്നുമല്ല ഭഗവാനെ. നമ്മളെപ്പോഴും വിളിക്കേണ്ടതാണ് ഈശ്വരനെ. ഓരോ ശ്വാസവും ആ ഈശ്വര സ്മരണയായിരിക്കണം. ആ ശ്വാസത്തിലിങ്ങനെ നമ്മളിങ്ങനെ ശ്വാസം വലിക്കുമ്പോഴും വിടുമ്പോഴും അടുത്തിരിക്കുന്ന ആൾക്ക് തോന്നണം, ആ ഈശ്വര നാമമാണ് ഞാൻ കേൾക്കുന്നത് എന്ന്. അത്രയും മധുരമുള്ള ആ ഈശ്വര വാസന നമ്മളിൽ ഉണ്ടാവണം. ഈശ്വര വാസന എന്നൊക്കെ പറയില്ലേ, ആ ഈശ്വരനെ ശ്വസിച്ചുകൊണ്ടിരിക്കണം. ആ സുഖം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴേ നമ്മുടെ ഈ കാട്ടിലുള്ളതായ അവസ്ഥകളൊക്കെ, ഈ മൃഗങ്ങളുടെ ഇടയിലുള്ളതായ ദുരിതങ്ങളൊക്കെ തീരും. നമ്മളൊക്കെ സത്യത്തിൽ എത്ര മൃഗങ്ങളുടെ ഉള്ളിലാണ് ജീവിക്കണമെന്നറിയും. നമ്മളിങ്ങനെ കടിച്ച് കീറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കണം എത്ര മൃഗങ്ങളുണ്ട്. അവസരം കിട്ടാഞ്ഞിട്ട് കാത്തു നിൽക്കുക. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എത്ര പേര് കടിച്ച് കീറുന്നുണ്ട്, എത്ര പേര് നമ്മളെ നോക്കിയിട്ട് എന്തൊക്കെ പറയണം. ഇതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും സഹിച്ചിട്ടുമല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ളതായ ഒരു ശക്തി നമ്മളിന് വേണ്ടേ? പറയണവനാണ് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് പോകാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാവണം. അയ്യോ അവനങ്ങനെ പറഞ്ഞല്ലോ, ഇവനിങ്ങനെ പറഞ്ഞല്ലോ, എനിക്ക് ജീവിതം ഇനി വേണ്ട, മടുത്തു എന്നൊക്കെ പറയുന്നതായ അവസ്ഥയുണ്ട്. പക്ഷെ അതല്ല നമ്മുടെ ജീവിതം അല്ലേ? പറയണവർ പറഞ്ഞോട്ടെ. എല്ലില്ലാത്ത നാവ് കൊണ്ട് എന്തൊക്കെ പറയാം അല്ലേ? തിരിച്ചും മറിച്ചും പറയാനുള്ള കഴിവ് മൃഗങ്ങൾക്കില്ലെങ്കിലും മനുഷ്യനുണ്ട് അല്ലേ? മൃഗങ്ങൾക്ക് തിരിച്ചും മറിച്ചും പറയാനുള്ള കഴിവൊന്നും ഭഗവാൻ കൊടുത്തിട്ടില്ല. അവർ പറഞ്ഞ തന്നെ പറയാം അല്ലേ? പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല, തിരിച്ചിട്ടും പറയും മറിച്ചിട്ടും പറയും അല്ലേ? താളത്തിനനുസരിച്ചിട്ട് തുള്ളും. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. അപ്പം നമ്മളൊക്കെ ആരെങ്ങനെ വേണമെങ്കിൽ തുള്ളിക്കോട്ടെ, നമ്മൾ താളത്തിൽ തുള്ളിയാൽ മതി. എവിടെ താളത്തിൽ തുള്ളണം? ഭൗതികമായിട്ട് താളത്തിൽ തുള്ളാനല്ല പറയുന്നത്, ആത്മീയമായിട്ട് നമ്മുടെ താളത്തിൽ തുള്ളണം. അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യത്തിലെത്താൻ പറ്റൂ. ഭൗതികമായിട്ട് നമ്മൾ പലതും കാണിക്കേണ്ടി വരും. പുറത്തൊക്കെ ജീവിച്ചു പോകണമെങ്കിൽ പല ഭാവങ്ങളിൽ ജീവിക്കാൻ പറ്റും. നമ്മളിപ്പോൾ എന്താ പറയുക, സത്യവാൻ സാവിത്രി അങ്ങനെയൊന്നും നമുക്കിപ്പോൾ ജീവിക്കാൻ പറ്റില്ല. പറ്റുമോ? ചില സന്ദർഭങ്ങളൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ ചില നുണയൊക്കെ പറയേണ്ടി വരും അല്ലേ? ഇന്നത്തെ കാലം അതാണ്. നാരദ മഹർഷിനെ പോലെ മുഴുവനും സത്യം മാത്രം പറഞ്ഞു നടക്കാൻ പറ്റുമോ? ചിലതൊക്കെ ചിലപ്പോൾ ചില സാഹചര്യത്തിൽ നമ്മൾ ചിലപ്പോൾ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയേണ്ടി വരും അല്ലേ? എന്നാലും നമ്മുടെ മനസാക്ഷി ഒരിക്കലും ചെയ്തിട്ടില്ല എന്ന് പറയില്ല. വായ കൊണ്ട് നമ്മൾ ഞാനത് ചെയ്തിട്ടില്ല, ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് പറയും. എന്നാലും നമുക്കറിയാം ഞാനത് ചെയ്തിട്ടുള്ളത്. അതാണ് ദൈവത്തിന് സമർപ്പിക്കരുത് എന്നുള്ളത്. ക്ഷമിക്കണേ, മാപ്പാക്കണേ, ഞാനൊരു കള്ളത്തരം പറയാൻ പോകുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വേണം കള്ളത്തരം പറയാൻ. അതും ഈശ്വരനെ സമർപ്പിക്കുക എന്നുള്ളത്. അപ്പം നമുക്കിപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം രുദ്രഹോമം ആണ്. ഇവിടെ ഇത്രയും സമയം നമ്മളെയൊക്കെ ഇവിടെ ഇരുത്തി ഇവിടെ നടത്തിയിട്ടുള്ളത്. രുദ്രൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അല്ലേ? എല്ലാ രൗദ്രങ്ങളുടെയും മുകളിലുള്ള രൗദ്രമാണ് ശിവൻ അല്ലേ? ഭഗവാൻ താണ്ഡവമാടിയപ്പോൾ എന്താ സംഭവിച്ചതെന്നൊക്കെ നമുക്കറിയാം. അപ്പം രുദ്രൻ എന്ന് പറഞ്ഞാൽ എല്ലാ വിഷാംശങ്ങളെയും അടക്കി വിശേഷത്തെ പ്രദാനം ചെയ്യുന്ന ദേവത രുദ്രൻ. ഈ വിഷാംശങ്ങളൊക്കെ വന്ന് വ്യാപിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക? അവിടെയൊക്കെ അധർമ്മങ്ങൾ നടക്കും. എന്നാൽ ആ വിഷാംശങ്ങളൊക്കെ അടക്കി ഭഗവാൻ അല്ലേ? വിഷത്തിനൊക്കെ അവിടെ ഇങ്ങോട്ട് അടക്കി, എന്നിട്ട് വിശേഷത്തെ പ്രദാനം ചെയ്തു. അതാണ് രുദ്രൻ, അതാണ് ശിവൻ. അപ്പം അങ്ങനെയുള്ളതായ രുദ്രദേവതയെ അഗ്നിയിൽ സങ്കല്പിച്ചുകൊണ്ട് ആ അഗ്നിയിലേക്ക് ഭഗവാൻ ആവശ്യമാവുന്നതായ ഭഗവാന് നമ്മളെയൊക്കെ അനുഗ്രഹിക്കാൻ എന്തൊക്കെയാണോ ആവശ്യം അതൊക്കെ നമ്മളങ്ങനെ കൊടുത്തു. നമ്മളേക്ക് ഇപ്പോൾ പശുവിന് പാല് തരണമെങ്കിൽ പുല്ലും വെള്ളമൊക്കെ കൊടുക്കണം അല്ലേ? അതൊക്കെ കഴിക്കുമ്പോഴേ പശുവിന് പാല് തരാൻ പറ്റും. പശുവിന് ഇങ്ങനെ പാല് തന്നുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഒരു കവുങ്ങാണെങ്കിലും അതിൻ്റെ മുകളിൽ 4 അടയ്ക്ക ഉണ്ടാവണമെങ്കിൽ അതിന് നമ്മൾ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം അല്ലേ? ഒരു പ്ലാവാണെങ്കിലും അതിൻ്റെ മുകളിൽ 4 ചക്ക ഉണ്ടാവണമെങ്കിൽ അതിനെന്തെങ്കിലും നമ്മൾ സേവ ചെയ്യണം അല്ലേ?
ഒരാനയാണെങ്കിലും നമ്മൾ പറയണത് കേൾക്കണമെങ്കിൽ നമ്മൾ കഴിക്കുന്നതിലത്തെ കുറച്ച് കൊടുക്കണം അല്ലേ? നമ്മൾ കഴിക്കുന്നത് കൊടുക്കണമെങ്കിൽ അതിന് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കൊടുക്കണം അല്ലേ? അപ്പോൾ നമ്മൾ പറയണത് പോലെ അത് കേൾക്കണമെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മൾ കൊടുക്കണം. അതാണ് ഈശ്വര സേവ. നമ്മളിപ്പോൾ പുഷ്പാഞ്ജലി കഴിപ്പിച്ചിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഈശ്വരനിലേക്ക് സമർപ്പിക്കുന്നത് പോലെ ഇങ്ങനെയുള്ളതായ യാഗങ്ങളും യജ്ഞങ്ങളൊക്കെ നടത്തുന്നത് നമ്മുടെ പ്രാർത്ഥന ഭഗവാൻ വേഗം കേൾക്കാനും അവിടുന്ന് വേഗം അനുഗ്രഹം വരാനും വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ഒരു പോസ്റ്റ് ഓഫീസിലേ പോയിട്ട് അവിടെ 2-3 വിധത്തിൽ നമുക്ക് ലെറ്ററൊക്കെ അയക്കാം അല്ലേ? സാധാരണ നമ്മൾ ഇല്ലൽ ബോക്സിലിടാൻ കൊണ്ടിട്ട് ഒരു ബോക്സിലിടാം. അപ്പോൾ അത് കിട്ടാൻ ഒരു 3-5 ദിവസമാവും അല്ലേ? എന്നാലൊരു സ്പീഡ് പോസ്റ്റ് ഉണ്ട്, അതിൽ കൊണ്ടിട്ട് കൊടുത്തിട്ട് കുറച്ച് പൈസയും കൊടുത്തു കഴിഞ്ഞാൽ അത് നേരത്തോട് നേരമാകുമ്പോഴേക്കും അവിടെ എത്തും. അതുകൊണ്ട് ഇതൊക്കെ ഒരു സ്പീഡ് പോസ്റ്റായിട്ട് കണ്ടാൽ മതി. നമ്മൾ വേഗത്തിൽ നമുക്ക് അനുഗ്രഹങ്ങളൊക്കെ സിദ്ധിക്കാൻ വേണ്ടതായ യജ്ഞങ്ങളും യാഗങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഉത്സവകാലത്ത് നടത്തുന്നത്. വേണ്ടേ? വേഗത്തിൽ വേണ്ടേ? നമുക്ക് വീട് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തീരാൻ ഒരു 5 വർഷം എടുത്താൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. നമ്മളൊരു വീട് പണി തുടങ്ങിയത് 5 മാസം കൊണ്ട് തീരണം അല്ലേ? അങ്ങനെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുക. കോൺട്രാക്ടർ അതാ പറയുകയും ചെയ്യുക 5 മാസം കൊണ്ട് പണിയൊക്കെ തീരുന്നു അല്ലേ? പക്ഷെ കോൺട്രാക്ടർ വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല. ദൈവം തന്നെ വിചാരിക്കണം 5 മാസം കൊണ്ട് പണി തീരാൻ. മണലൊന്നും കിട്ടാനില്ല. അതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പൊ അതിലേക്ക് വേണ്ടതൊക്കെ കിട്ടണമെങ്കിൽ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കണം. അപ്പൊ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല ഉദ്ദേശങ്ങളും ഉണ്ടാവും. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നും എല്ലാം നടക്കണില്ലെങ്കിലും ഭഗവാന്റെ ഉദ്ദേശം പോലെ എല്ലാം നടക്കണ്ടേ? അതിന് നമ്മൾ ഭഗവാനെ സങ്കല്പിച്ച് ഭഗവാന്റെ യജ്ഞങ്ങളിലൊക്കെ പങ്കെടുക്കണം. അപ്പൊ നമുക്കിപ്പോൾ ഇവിടെ ഈ യജ്ഞത്തിൽ പങ്കെടുക്കാനുള്ളതായ ഒരു അവസരമുണ്ട്. നമുക്ക് ദ്രവ്യങ്ങളൊക്കെ കയ്യിൽ തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അതൊക്കെ നന്നായിട്ട് കയ്യിലെടുത്തത് പ്രാർത്ഥിക്കൂ. കയ്യിലെടുക്കൂ. അത് പൂർണ്ണാഹൂതിയുടെ സമയമാണ്. ഇപ്പോഴേ 2 കയ്യിലും അങ്ങനെ താമര പോലെ ആക്കിയിട്ട് കയ്യിൻ്റെ ഉള്ളിൽ വെക്കൂ. നമ്മുടെ ജീവിതമാണ് ഈ 2 ഹസ്തങ്ങൾ. ഈ 2 കയ്യിലാണ് നമ്മുടെ ജീവിതം ഉള്ളത്. ഈ 2 കയ്യിലും നമ്മുടെ ജീവിതം, നമ്മുടെ ഭൂതം, വർത്തമാനം, ഭാവി എല്ലാം ഉണ്ട്. ഇതിലുള്ള ഓരോ രേഖകളിലും നമ്മുടെ ജീവിതമുണ്ട്. ശരിയല്ലേ? നമ്മുടെ കൈ നോക്കിയിട്ട് നമ്മുടെ കാര്യം പറയുന്നവരൊക്കെ ഇല്ലേ അല്ലേ? അപ്പോൾ നമ്മുടെ കയ്യിലാണ് നമ്മുടെ ജീവിതം ഉള്ളത്. കാരണം എന്താ പറയുക? കർമ്മമാണ് നമ്മുടെ ജീവിതം. നമ്മുടെ കൈയാണ് നമ്മുടെ കർമ്മം. ഈ കൈ നന്നായി പ്രവർത്തിക്കണം. എന്നാൽ മാത്രമേ കിണറിലുള്ള വെള്ളം കരയിലേക്ക് എത്തൂ അല്ലേ? അതുപോലെ നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ ചലനങ്ങളും നമ്മുടെ ഹസ്തത്തിലുണ്ട്. അപ്പൊ ഈ 2 കൈയും കൂട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നറിയോ? പാകപ്പിഴവുകൾ വരാതിരിക്കാനാണ്. എല്ലാം പാകത്തിലാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ 2 കൈയും കൂപ്പും അല്ലേ? കാരണം എന്തറിയോ? വികൃതമായ ഭാവങ്ങളെയൊക്കെ ത്യജിച്ച് വിശേഷ ഭാവത്തെ ഉൾക്കൊള്ളുക. ഇതാണ് ഈ 2 കൈയും കൂട്ടിപ്പിടിച്ച് തൊഴുകുന്നതിൻ്റെ തത്വം. വിശേഷ ഭാവത്തെ ഉൾക്കൊള്ളുക അല്ലേ? ഇപ്പൊ ഒരാള് ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ നമുക്ക് അയാളെ കാണാൻ എന്താ തോന്നുക? വിഷമം തോന്നും അല്ലേ? ഒരു വിരോധം തോന്നും. നേരെ മറിച്ചിട്ട് ഒരാൾ കൈ ഇങ്ങനെ തൊഴുതു പിടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക? അദ്ദേഹത്തിനെ കാണുമ്പോൾ ഒരു വിശേഷം തോന്നും അല്ലേ? അദ്ദേഹത്തിനൊരു വിശേഷം കിട്ടോ പറയും അല്ലേ? നേരെ മറിച്ച് ആ 2 കൈയൊക്കെ പിന്നാക്കൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെയൊക്കെ നടക്കുക. നമ്മളെന്താ പറയുക? അയാളുടെ മുഖത്തൊരു ചേട്ടുണ്ട് പറയും. അപ്പൊ ആ 2 കൈയൊക്കെ കൂപ്പിയിട്ട് ഇങ്ങനെ സൗമ്യമായ ഭാവത്തോട് കൂടിയിട്ട് ഒരാളെ കണ്ടാൽ നമുക്ക് തോന്നും നല്ല ലക്ഷണമാണെന്ന് പറയും അല്ലേ? അപ്പൊ ഇത് തന്നെയാണ് മനുഷ്യന്റെ. അപ്പൊ ഈ ഭാവമാണ് നമ്മളിലൊക്കെ ജീവിതത്തിനെ ഉയർത്തിത്തരുന്നത്. അതാണ് ശിവശക്തി സംഗമം. ഇതാണ് ശിവൻ, ഇതാണ് ശക്തി. ഇത് രണ്ടും ചേരുമ്പോഴാണ് നമ്മൾക്കൊക്കെ സംരക്ഷണമുണ്ടാവുന്നത്. ഇതാണ് നമ്മുടെ ജീവിതം. ഇതാണ് നമ്മുടെ ജീവിതം. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സമ്പാദ്യം. ഇതിനെ ഇറുക്കി പിടിക്കണം. ഇതാണ് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് ഒരുമ തരണേ, എനിക്ക് ജീവിതം മംഗളമാക്കി തരണേ, ജീവിക്കാൻ വേണ്ടതായിട്ടുള്ളതെല്ലാം അനുഗ്രഹിക്കണേ, അതിന് എന്നാലാവുന്നത് പോലെ ഞാൻ സേവിച്ചോളാം. അവിടുന്ന് തരുന്നത് പോലെ നമുക്ക് അവിടത്തേക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? നമ്മളിങ്ങനെ വേണമെങ്കിൽ കുറച്ച് കിണ്ടിന്ന് വെള്ളത്തിൽ ഇങ്ങനെ തെളിക്കാം. അവിടുന്ന് ഒരു മഴ പെയ്പ്പിക്കുന്ന പോലെ നമുക്ക് പെയ്പ്പിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഇത്രയും സാധിക്കും. അത് മതി. നമ്മളെ കൊണ്ട് കഴിയണത് പോലെ നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ശ്രീ ദക്ഷിണ മൂർത്തയേ നമഃ. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാ
ശിവം സർവം ശിവമയം സർവം ശക്തിമയം സർവം ശിവശക്തിമയം സർവം രക്ഷ രക്ഷ മഹേശ്വര മഹേശ്വര അവിടുന്ന് രക്ഷിക്കണേ. അവിടുത്തെ ചിന്തയിലും അവിടുത്തെ നാമത്തിലും അവിടുത്തെ സേവയിലും ഞങ്ങളുടെ ഈ ജന്മം അനുഗ്രഹമാക്കണേ. സദാ അവിടുത്തെ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയേകണേ. ഓം നമഃ ശിവായ. എന്തെങ്കിലും അപരാധങ്ങൾ ചിന്തയിലോ നാമത്തിലോ പ്രവൃത്തിയിലോ വന്നുപോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പ്രായശ്ചിത്തമായി ഞാൻ ഈ യജ്ഞത്തിൽ സമർപ്പിക്കുന്ന സർവ്വതും അവിടുന്ന് കൈക്കൊള്ളണമേ. സർവം അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കുന്നു. എന്നിൽ ധർമ്മചിന്തയും ധർമ്മനാമവും ധർമ്മകർമ്മവും എന്നിലേക്ക് അനുഗ്രഹിച്ച് എന്നെ നേരായ വഴിയിൽ നയിക്കണമേ. ഓം നമഃ ശിവായ.